ഹലോ ഫ്രണ്ട്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് രാവിലെ ഞാൻ പറഞ്ഞ നിഫ്റ്റിൻ്റെ ലെവൽസ് ഒന്ന് നമുക്ക് വാച്ച് ചെയ്യാം. ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് 3 മണിയാനായി. സോ ഇനിയിപ്പോൾ അരമണിക്കൂർ കൂടി ട്രേഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 25025. ഞാൻ പറഞ്ഞത് രാവിലെ പറഞ്ഞത് ഇന്നത്തെ ഹൈ പോകുന്നുണ്ടെങ്കിൽ 25050 വരെ പോകും. അത് ക്രോസ് ചെയ്യണമെങ്കിൽ മാത്രമേ 25,100 പോകും. പക്ഷേ ഓൾമോസ്റ്റ് നിഫ്റ്റി ഏറെക്കുറെ ഈ 25,000 ആ റേഞ്ചിൽ ഹോവർ ചെയ്ത് കാണുന്നു. സോ ഇവിടെ വലിയൊരു റെസിസ്റ്റൻസ് നിഫ്റ്റിക്കുള്ളതായി എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ ഈ 3 ദിവസം എക്സ്പയറിക്കുള്ളതിനിപ്പം 29 തീയതി എക്സ്പയർ, 27, 28, 2 ദിവസം ഉള്ളൂ. സോ അതുകൊണ്ട് നിഫ്റ്റി എനിക്ക് തോന്നുന്നത് ഇറ്റ് വോണ്ട് ബ്രേക്ക് 25,100 ബ്രേക്ക് ചെയ്യാൻ തോന്നുന്നില്ല. സോ മാക്സിമം അത് അത്ര വരെ പോകാനുള്ള സാധ്യത ഞാനിപ്പോൾ ഈ മൊമെൻറ്റിൽ കാണുന്നുള്ളൂ. കാരണം ഇന്നത്തെ നിഫ്റ്റീൻ്റെ മൊമെൻറ്റ് നോക്കിയാൽ രാവിലെ നിഫ്റ്റി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ചെയ്തു, അതിനുശേഷം അതേ ലെവലിൽ തന്നെ നിന്ന്. സോ അതുകൊണ്ട് ഇന്നലെ ട്രേഡ് എടുത്ത കൂട്ടർക്ക് ഫ്രൈഡേ ട്രേഡ് എടുത്ത ഹോൾഡ് ചെയ്ത ആൾക്ക് ഇന്ന് അത് ബെനിഫിറ്റ് ആയിട്ടുണ്ടോ? അല്ലാണ്ട് ഇന്ന് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്ത കൂട്ടർക്ക് പൈസ ഉണ്ടാക്കാൻ ഉള്ള ഓപ്പർച്യൂണിറ്റി ഞാനത് കാണുന്നില്ല. സോ അതൊരു കാര്യം. റിലയൻസ് ഞാൻ ഇന്നലെ പറഞ്ഞു, അത് 30-20 ക്രോസ് ചെയ്താൽ അത് 30 ഓൾമോസ്റ്റ് 30-40 വരെ പോകും, 30-50 വരെ പോകുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് റിലയൻസ് ചെയ്ത് 30-45 വരെ വന്നിരുന്നു റിലയൻസ്. സോ റിലയൻസ് ആയിരുന്നു ഇന്ന് നിഫ്റ്റീനെ വലിയൊരു സപ്പോർട്ട് ചെയ്തൊരു ഇത്. പിന്നെ HDFC ബാങ്കും നന്നായി ചെയ്തിട്ടുണ്ട്. HDFC ബാങ്ക് ഞാൻ കാണുന്നത് HDFC ബാങ്കിൻ്റെ പ്രൈസ് 1680 വരെ പോകണം. HDFCൻ്റെ പ്രൈസ് ഇതാണ്. സോ ഈ ഒരു 2 സ്റ്റോക്കുകൾ പിന്നെ വലിയ നന്നായി ചെയ്ത സ്റ്റോക്കാണ്. മെറ്റൽ സ്റ്റോക്സ് ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. മെറ്റൽ സ്റ്റോക്സിൽ ഈ ഹിൻഡാൽകോ ഇതുപോലത്തുള്ള സ്റ്റോക്കുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ HCL ടെക്, NTPC, ONGC, ബജാജ് ഫിൻസർവ് ഇതൊക്കെയാണ് ചെയ്തത്. പക്ഷേ ഇന്നത്തെ വീക്കറായിട്ട് ഞാൻ കണ്ടത് അപ്പോളോ ഹോസ്പിറ്റൽ, നെസ്ലെ ഓൾമോസ്റ്റ് 2500 വന്നിട്ടുണ്ട്. നെസ്ലേൻ്റെ ഒക്കെ അതൊന്നും വലിയൊരു കുറവില്ല. പക്ഷേ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട സ്റ്റോക്ക് അഡാനി പോർട്ടാണ്. അത് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വാങ്ങിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കുള്ളത്, അഡാനി പോർട്ട്. കാരണം ഇന്നിപ്പോൾ ചെയ്യുന്നത് 1486. അഡാനിയുടെ 2 സ്റ്റോക്കുകൾ ഇന്ന് വല്ല ഇങ്ങനെ ചെയ്തിട്ടില്ല. അഡാനി എൻ്റർപ്രൈസൊന്നും ചെയ്തിട്ടില്ല, അഡാനി പോർട്ടും ഇന്ന് നന്നായി ചെയ്തിട്ടില്ല. സോ അത് അഡാനിൻ്റെ പോർട്ട് എങ്ങനെയാണ് നാളെ മൂവ് ചെയ്യുന്നത് നമുക്ക് വാച്ച് ചെയ്യാം. പിന്നെ ഞാൻ ഇന്ന് കണ്ടൊരു നല്ലൊരു സ്റ്റോക്ക് നിങ്ങളോട് പറയാനുള്ള ഈ ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഈ ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ് എന്ന് വെച്ചാൽ ഈ ബ്യൂട്ടി ആൻഡ് പേഴ്സണൽ കെയർ പ്രോഡക്ട്സ് ഈ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സെല് ചെയ്യുന്ന കമ്പനിയാണ്. സോ ഇവരെ ഒരു ഫേമസ് ബ്രാൻഡ് ഈ ആമസോണിലൊക്കെ ഞാൻ കണ്ടത് അത് നല്ലൊരു ബ്രാൻഡാണെന്ന് എനിക്ക് തോന്നുന്നത്. മാമ എർത്ത് എന്ന് പറഞ്ഞൊരു പ്രോഡക്ട്സ് ഇവർക്ക് നന്നായി വിൽക്കുന്നുണ്ട് ആമസോണിലൊക്കെ. സോ ഇതിൻ്റെ വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഈ കോമേഴ്സ് കമ്പനികൾക്കുള്ള ഇനി വരാൻ പോകുന്ന കാലങ്ങൾ കോമേഴ്സ് കമ്പനിയുടെ കാലങ്ങളായിരിക്കും നിങ്ങൾക്കറിയാം. അതാണ് നമ്മുടെ ഈ സ്വിഗ്ഗി, സൊമാറ്റോ ഇതുപോലത്തെ സ്വിഗ്ഗിൻ്റെ IPO വരാൻ പോകുന്നുണ്ട്. ഇതൊക്കെ ഓൾമോസ്റ്റ് വലിയ ബാക്കിംഗ്, സോഫ്റ്റ് ബാങ്ക് പോലത്തെ ആൾക്കാർ ബാക്ക് ചെയ്യുന്ന കമ്പനികളാണ്. അതുപോലെ ഇതൊരു കമ്പനി ഇനി അടുത്ത ഇവരെ മെയിൻലി വിൽക്കുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയൊരു ഗുണം വെച്ചാൽ അവരെ മാർക്കറ്റിംഗ് കോസ്റ്റ് വളരെ കുറവായിരിക്കും. പക്ഷേ അവർ ഇൻ്റർനാഷണലി റവന്യൂസ് എത്രയാണെന്നറിയില്ല, മറ്റുള്ള കൺട്രീസിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ, നമ്മളിപ്പോൾ ട്രേഡിങ് ആയാലും ശരി എന്ത് ബിസിനസ് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കണ്ടേ, യു ആർ ടു ഡിസൈഡ് വാട്ട് യു ആർ ഗ്രേറ്റ് അറ്റ്. നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം വിച്ച് ഫീൽഡ് യു ആർ ഗ്രേറ്റ് അറ്റ്. സോ ആ ഫീൽഡിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൻ്റെ അകത്തുനിന്നുള്ള റിട്ടേൺസ് കിട്ടുക. അതിന് നമ്മൾ ചില സമയത്ത് നമ്മൾ ബിസിനസ് ചെയ്യുന്ന സമയത്ത് തന്നെ യു ക്യാൻ ബോറോ സം ഗുഡ് ഐഡിയാസ് ഫ്രം യുവർ കോമ്പറ്റേറ്റേഴ്സ്. സോ അതൊക്കെയാണ് ഈ വാൾമാർട്ടൊക്കെ ചെയ്തത്. അവരെ കോമ്പറ്റേറ്റേഴ്സിൻ്റെ ഐഡിയാസും അവർ എടുക്കാറുണ്ട്. പക്ഷേ ആ ഐഡിയ എടുത്തിട്ട് നന്നായിട്ട് ബിസിനസ് ചെയ്യുന്നതാണ് അവരൊരു വലിയൊരു സക്സസ്. പിന്നെ ഈ വേറൊരു ഗുണം എന്ന് വെച്ചാൽ ഇവർക്കുള്ള ഇപ്പം പല ആൾക്കാരും മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത് കാണുന്നുണ്ട്.
സോ അതിൽ എത്ര പേഴ്സൻറ്റ് അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങളെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഈസ് ഓൺലി എ പ്രൈസിങ് സ്ട്രാറ്റജി. മറ്റവന് 10 റുപ്യക്ക് വിറ്റിട്ടുണ്ടെങ്കിൽ ഞാനത് 5 റുപ്യക്ക് വെക്കുന്നുള്ള പ്രൈസിങ് സ്ട്രാറ്റജി ആണെങ്കിൽ ദാറ്റ് ഈസ് എ വാൾമാർട്ട് സ്ട്രാറ്റജി വിച്ച് ഈസ് എവറിഡേ ലോ പ്രൈസിങ്. സോ അതാണ്. അപ്പോൾ ഞാൻ പലപ്പോഴും ഈ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ചെറിയ ആൾക്കാർ ഈ ഇൻ്റർനെറ്റിലൊക്കെ കാണുന്ന 1 dirham 2 dirham ഷോപ്സ് ഈ ഗൾഫിലൊക്കെ കാണാൻ സംഭവിക്കുന്നത്. അതിന് താഴെ അവർക്ക് ഏത് പ്രൈസിലാണ് ഡൗൺ ചെയ്യാൻ പറ്റുക? ഐ ഡോണ്ട് തിങ്ക് സോ. പക്ഷേ ഇതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഈ ലോ പ്രൈസസ് ജനറേറ്റ് ഹെവി സെയിൽസ് വോളിയം. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ 1 2 dirham 5 dirham ഷോപ്പിലൊക്കെ ഞാൻ ഗൾഫിലൊക്കെ കണ്ടതെന്ന് വെച്ചാൽ ലോട്ട് ഓഫ് പീപ്പിൾ ആർ പ്രിപ്പയർ ടു ഗോ ടു ദർ ഷോപ്സ്. അതിലൊക്കെ വളരെ ക്രൗഡ് കാണാറുണ്ട്. സോ അതെന്താണെന്ന് വെച്ചാൽ ആർ ദേ ഗെറ്റിംഗ് ദ ട്രൂ വാല്യൂ ആർ ദേ ഡെലിവറിങ് ദ വാല്യൂ കോൺസ്റ്റൻ്റ്ലി? അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പിന്നെന്ന് വെച്ചാൽ ഈ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ എന്താ ഞാൻ പറയുന്നത് വെച്ചാൽ ഇനി വരാൻ പോകുന്ന വലിയൊരു ഗ്രോത്ത് കാണുന്നത് വെച്ചാൽ ഇപ്പോൾ ഉള്ള കസ്റ്റമേഴ്സിനെ ദേ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ദ കാർ ആൻഡ് ഗോ ടു ദ സ്റ്റോർ ആൻഡ് വെയിറ്റ് ഇൻ ദ ലൈൻ. ഇതൊന്നും ഇന്നത്തെ ഈ ജനറേഷനിൽ ഇനി വരാൻ പോകുന്ന ജനറേഷനിൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ആൾക്കാർ ഒരു വീക്കെൻഡിൽ ഒരു വലിയൊരു കാർ എടുത്ത് പോയി സൂപ്പർ മാർക്കറ്റിൽ ക്യൂ നിൽക്കുക, അല്ലെങ്കിൽ ഇതിൽ വലിയ മാൾസിൽ നടന്നു പോയിട്ട് ഈ സാധനങ്ങൾ തൂക്കിക്കൊണ്ടുവരിക, ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന കാലങ്ങളൊക്കെ ഇനി ഈ കോമേഴ്സിൻ്റെ കാലങ്ങൾ. ഇനി ഞാൻ കേട്ടെ സ്വിഗ്ഗിയൊക്കെ ഇനിയിപ്പോൾ ഒരു ഗ്രോസറി ഡെലിവറി ഓൾറെഡി തുടങ്ങിയെന്ന് കേട്ടെ. ഇന്ത്യയിലെ മിക്ക സ്റ്റേറ്റുകളിലും ഗ്രോസറി ഡെലിവറി ചെയ്യാൻ തുടങ്ങി. സോ ദാറ്റ് ഈസ് ഓൾസോ എ ഗുഡ് ബിസിനസ് ഫോർ ദം. ഇപ്പോൾ ഫുഡ് ഡെലിവറി ഇല്ലാണ്ട് അവർക്ക് ഗ്രോസറി, അതുപോലെ സൊമാറ്റോ, ഈ ഇവൻറ്റ്സിൻ്റെ ടിക്കറ്റ്സ്, മൂവി ടിക്കറ്റ്സ് ഒക്കെ യു ക്യാൻ ബൈ ത്രൂ സൊമാറ്റോ എന്നുള്ള ആ പ്രൊമോഷൻ തുടങ്ങി. സോ യു ക്യാൻ ബൈ എ പിസ്സ ത്രൂ സൊമാറ്റോ ആൻഡ് പ്ലസ് യു ഗെറ്റ് എ മൂവി ടിക്കറ്റ് ഓൾസോ. അങ്ങനെയുള്ള പ്രൊമോഷൻസ് ഒക്കെ വരാൻ തുടങ്ങി. സോ ഇനി ഈ കോമേഴ്സിൻ്റെ കാലം തന്നെയായിരിക്കും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഈ കമ്പനി ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ് എന്നുള്ള കമ്പനീനെ കുറിച്ച് നിങ്ങൾ വായിച്ചു. പക്ഷേ ഈ കമ്പനി ഇപ്പോൾ ഹൈലി വാല്യൂഡ് ആണ്. അതിൻ്റെ PE ഒക്കെ വളരെ ഹൈലി വാല്യൂഡ് ആണ്. അപ്പോൾ ഇത് കുറഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കറക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഒരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന കമ്പനിയാണ് ഹൊനാസ കൺസ്യൂമർ ലിമിറ്റഡ്. സോ പിന്നെ വേറൊരു കമ്പനി എനിക്ക് ഞാൻ കണ്ടത് സെനിത്ത് ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. ഇത് 99 ഉറുപ്പിയുള്ള ഒരു കമ്പനിയാണ്. അത് ഈ ഓയിൻമെൻറ്റ്സ്, ORS പൗഡറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് സെനിത്ത് ഡ്രഗ്സ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. അതിൻ്റെ കറണ്ട് പ്രൈസ് 93 ഉറുപ്പിയേ ഉള്ളൂ. സോ അതിൻ്റെ സെയിൽസ് ഗ്രോത്ത് കാണിക്കുന്ന 22% സെയിൽസ് ഗ്രോത്തും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഗ്രോത്തും 87% കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഈ ടൊറൻറ്റ് ഫാർമ, അജന്ത ഫാർമ, ഇങ്ങനെയുള്ള ക്യാപ്ലിൻ പോയിന്റ്, മാർക്കൻ സ്പാർമ, ഇതൊക്കെ PE നോക്കുകയെന്ന് വെച്ചാൽ ഇത് 67, 43, 30, 176 PE കാണുന്നത്. പക്ഷേ ഇത് 15 PE ഉള്ളൂ. സോ യു ക്യാൻ കൺസിഡർ ഈ സ്റ്റോക്ക് 99 ഉറുപ്പിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ഇത്. പിന്നെ ഞാൻ പറഞ്ഞ ഒരു സ്റ്റോക്ക് ഭാരതി എയർടെൽ ആയിരുന്നു ഞാൻ പറഞ്ഞത്. ഭാരതി എയർടെൽ ഞാൻ പറഞ്ഞത് 1500 ക്രോസ് ചെയ്ത് പോകുന്നു പറഞ്ഞു. ഇന്നിപ്പോൾ ചെയ്തത് 1520 വരെ എത്തി. എൻ്റെ കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വീഡിയോ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും വൈ ഐ റെക്കമെൻഡ് ഭാരതി എയർടെൽ. ഭാരതി എയർടെൽ ഇസ് എ വെരി സ്ട്രോങ് സ്റ്റോക്ക്. എപ്പോഴും അതിന് ബയേഴ്സ് കൂടുതലാണ്. സോ ഇപ്പോൾ ഉള്ള ഈ ടാരിഫ് റേറ്റ്സിലൊക്കെ ഭാരതി എയർടെൽ നന്നായി ബെനിഫിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഭാരതി എയർടെലിനുള്ള ഇനി അപ്സൈഡ് കൂടുതലാണ്. പക്ഷേ കറക്ഷൻ കിട്ടിയാൽ അത് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന സ്റ്റോക്കുകളാണ് ഭാരതി എയർടെലൊക്കെ. സോ ഇന്നത്തെ എനിക്ക് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമുക്ക് മാർക്കറ്റ് നാളെ എങ്ങനെ പോകുന്നു നോക്കാം. നിഫ്റ്റി എനിക്ക് തോന്നുന്നു ഇവിടെ തന്നെ റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. 25,100 ആ റേഞ്ചിൽ കളിക്കുന്ന എനിക്ക് തോന്നുന്നു. 100 ക്രോസ് ചെയ്യാൻ സാധ്യത. 2550 വരെ ഇന്ന് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരു റിലയൻസിൻ്റെ സപ്പോർട്ട് ഇനി ഇപ്പം 3 മണിയായില്ലേ, അതിൽ കൂടുതൽ കാണുന്നു തോന്നുന്നില്ല. So thank you. Have a nice day.